നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയുടെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ മോണിറ്റൈസേഷൻ ടാബിൽ പോയി നോക്കുമ്പോൾ ഇങ്ങനെ കാണിക്കാറുണ്ട്, ദിസ് വീഡിയോ ഇസിൻറ്റ് ഏർണിംഗ് മണി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാറുണ്ട് അല്ലേ. അപ്പം അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഒരു കോപ്പിറൈറ്റ് കണ്ടന്റും കാണത്തില്ല, നമ്മുടെ തന്നെ കണ്ടന്റ് ആയിരിക്കും, നമ്മളൊന്നും അതിനകത്ത് ചെയ്ത് കാണത്തില്ല, ഒരു പ്രോബ്ലവും ഇല്ലാതിരിക്കുന്ന ആ ഒരു സാധനം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. അപ്പം എനിക്ക് പല പ്രാവശ്യം ഇത് അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് പോയി അന്നേരം ഇനി ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ അതേ ചിന്തിക്കാൻ പോകാറില്ല, ഇതിന് പ്രത്യേകിച്ച് റിവ്യൂ കൊടുക്കാൻ ഞാൻ പോകാറില്ല, അതിനൊരു റിവ്യൂ ഓപ്ഷനെ നമുക്ക് ചിലപ്പോൾ കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് എനിക്ക് കഴിഞ്ഞ ദിവസം വീണ്ടും എനിക്ക് ഇതേ ഒരു അനുഭവം വന്നപ്പോൾ നിങ്ങളോടൊപ്പം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം, അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളെന്നെ കാണിച്ചു തരാമെന്ന് വിചാരിക്കും. ആദ്യമായിട്ട് ഞാനെൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് പോവാണ്. പേജിൽ പോയിട്ട് നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ മോണിറ്റൈസേഷൻ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മോണിറ്റൈസേഷൻ ടാബിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്, യുവർ കണ്ടന്റ് ഈസ് ഇൻ ഏർണിംഗ് മണി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ ദൈവമേ വീണ്ടും ഇങ്ങനെ വന്നോ പ്രോബ്ലം. കാരണം ഇന്നലെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, റീൽസ്, അതുകൊണ്ട് റീച്ചും വന്നില്ല. ഇങ്ങനെ വരുന്ന വീഡിയോകൾക്ക് റീച്ച് കാണത്തില്ല. അപ്പം നമ്മൾ വൈ എന്ന് പറഞ്ഞിട്ട് ഇസിൻറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഫൈൻഡ് ഔട്ട് വൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അതിനകത്ത് കാണാം. അതിനകത്തേക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പം ഇതുപോലെ വരിക, സം ഓഫ് യുവർ കണ്ടന്റ് ഈസ് നോട്ട് ഏർണിംഗ് മണി. നമ്മുടെ പേജ് ആക്റ്റീവാണ്, ഏർണിംഗ് മണി ഉണ്ട്, പക്ഷേ നമ്മുടെ കണ്ടന്റുകൾ ഏതോ ഒരെണ്ണം അല്ലെ ചിലത് എന്നുള്ളതായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ തന്നെ ഒരു ഓപ്ഷൻ തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്, ലേൺ മോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലേൺ മോറിലേക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ സംഭവമാണ് കാണിക്കുന്നത്, കണ്ണീര് വീണല്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു പാട്ടാണ് കേട്ടോ, ഞാൻ തന്നെ വേറൊരാൾ എഴുതിയിട്ട് ഞങ്ങൾ തന്നെ മ്യൂസിക് ചെയ്ത് എല്ലാം ചെയ്ത ഒരു വീഡിയോയാണ്, പാട്ട് ഞാൻ പാടുന്ന വീഡിയോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണിക്കുന്നത് സെൻസിറ്റീവ് കണ്ടന്റ് എന്നാ. സെൻസിറ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് നമ്മുടെ ഫേസ്ബുക്കിലെ സെൻസിറ്റീവ് കണ്ടന്റ് എന്ന് ചോദിച്ചാൽ വയലൻസ്, സെക്ഷൽ കണ്ടന്റുകൾ, ബുള്ളിങ്, ഹെയ്റ്റ് സ്പീച്ച്, ഇങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് സെൻസിറ്റീവ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പാട്ട് പാടുന്നതിനകത്ത് എന്ത് സെൻസിറ്റീവ് കണ്ടന്റ് ആണ് വന്നേക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ കാണിക്കുന്നതിനകത്തും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിന് നമുക്ക് റിവ്യൂ കൊടുക്കാനൊന്നും ഒരു ഓപ്ഷനും ഇല്ല. വേണമെങ്കിൽ അങ്ങനെ കടന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പേജിന് അതുകൊണ്ട് ഫ്യൂച്ചറിൽ പ്രോബ്ലം ഒന്നും വരത്തില്ല. പക്ഷേ അങ്ങനെ എൻ്റെ പേജിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്കതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ കുഴപ്പമില്ല എന്ന്. കാരണം ഈ ഒരു പാട്ടിന്റെ പല പോർഷനും ഞാൻ ചെറിയ റീലായിട്ട് ഇട്ടിട്ടുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ചില 2-3 പോർഷൻസ് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നാ ചെയ്തെന്ന് പറഞ്ഞാല് ഞാൻ പെട്ടെന്ന് അതിൻ്റെ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ വളരെ മാന്യമായ ഡ്രസ്സും ഒക്കെ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ എനിക്ക് ഇഷ്ടമല്ല. എങ്കിൽ പോലും ഞാൻ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ തന്നെ ഫൈനലി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആ കണ്ടന്റ് അങ്ങോട്ട്, കാരണം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് കാണിക്കുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അധികം റീച്ച് ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ ഞാനത് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മോണിറ്റൈസേഷൻ ടാബിലേക്ക് പോയിട്ട് ഒന്ന് റീഫ്രഷ്, ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടൊന്ന് വിട്ട് കഴിയുമ്പം ആ സംഭവം പോയി കണ്ടോ. അങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പോയിട്ട് വീണ്ടും നമ്മുടെ മോണിറ്റൈസേഷൻ ടാബ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളുടെ വീഡിയോയ്ക്കോ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ടാബിലോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ഇനിയിപ്പം അതിന് റീച്ച് ഉള്ളതാണേലും റീച്ച് കുറവുള്ളതാണേലും നമുക്ക് ഒത്തിരി 1-2 ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല, അത് ഓവറായിട്ട് വന്നു കഴിയുമ്പോൾ ഫേസ്ബുക്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരുന്നെന്നുണ്ടെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. എന്നിട്ട് വീണ്ടും ഫേസ്ബുക്കിൻ്റെ AI ആണ് ഇത് മുഴുവൻ ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മളൊന്നും ചെയ്യുന്നതല്ല, നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ടോ ഒരു കുറ്റവും അല്ല. പക്ഷേ ഇത് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും നമ്മുടെ ഫേസ്ബുക്ക് പേജ് സേഫായിട്ട് വെക്കാനായിട്ട് നല്ലത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ വേണ്ടി മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് വെരി ഈസി ടു ബൈ.